ഏവർക്കും നമസ്കാരം. മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം 13-ാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം 29-ാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ്. കഴിഞ്ഞ 2.5 വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഇനി ഒരു 2.5 വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു. മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ മാർച്ച് മാസം 15-ാം തീയതി മുതൽ ഏപ്രിൽ 13 വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ 2-ാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് 3-ാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ശനി മാർച്ച് 28 വരെയും കുംഭത്തിലും തുടർന്ന് 29-ാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി ഇന്ന് നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ മാസഫലങ്ങൾ വിശകലനം ചെയ്യാം. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, വിദ്യാഭ്യാസം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. സൂര്യൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ, സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ, പഠനത്തിൽ ഒരു അലസത, ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെല്ലാം വന്ന് ഭവിക്കാം. കൂടാതെ ശത്രുശല്യവും സൂര്യൻ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ 8, 9 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ ചൊവ്വ നൽകാം. 8-ാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ്. 8-ൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് രോഗാരിഷ്ടതകൾ, അപകടം, മനോദുരിതങ്ങൾ, പലവിധത്തിലുള്ള വിഘ്നങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല കരുതൽ പുലർത്തണം. അസമയത്തുള്ള വാഹനയാത്രകൾ, സാഹസിക യാത്രകൾ എന്നിവ നിർബന്ധമായും ഒഴിവാക്കുക. കൂടാതെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സം, പരാജയം എന്നിവയും ഈ സമയത്ത് നേരിടാവുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ, വിരോധം എന്നിവയും രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളും അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങളും ഉടലെടുക്കാം. തുടർന്ന് 9-ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ദോഷങ്ങളുടെ കാഠിന്യം ഉണ്ടാകില്ല. എന്നാൽ ഈ 9-ാം ഭാവം അറിയപ്പെടുന്നത് ഭാഗ്യഭാവം എന്നാണ്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത്. എന്നാൽ ചൊവ്വ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷം വരുത്തുന്നു. തൽഫലമായി നിർഭാഗ്യം പിടികൂടാം. പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരിക, കാര്യതടസ്സം, കാര്യപരാജയം എന്നിവയെല്ലാം വന്നു ഭവിക്കാം. കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ അലട്ടാം. കുടുംബത്തിലും സൗഖ്യം കുറയാം. കൂടാതെ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് നന്ദി കുറയുന്നതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ബുധൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവത്തിലെ ബുധൻ്റെ സഞ്ചാരം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. പ്രത്യേകിച്ചും സന്താനങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ടി വരിക, വിദ്യാപുരോഗതിക്ക് ഒരു തടസ്സം, പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ എന്നിവയെല്ലാം 5-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു. ഭാഗ്യത്തിനും ഒരു പിഴവ് ഈ സമയത്ത് അനുഭവപ്പെടാം. എന്നാൽ സർവീശ്വരകാരകനായ വ്യാഴം ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന 7-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 7-ാം ഭാവം എന്നത് കളത്രഭാവമെന്ന് അറിയപ്പെടുന്നു. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ വ്യാഴം ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ്. ദമ്പതികൾ തമ്മിൽ പരസ്പരം ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. സർവകാര്യ വിജയം, ധനലാഭം, അഭീഷ്ടസിദ്ധി, സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയും ഇവർക്ക് ഇക്കാലത്ത് ഉണ്ടാകും. 7-ാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് മേഖലയിലും ഇവർക്ക് ഏറെ പുരോഗതി കൈവരിക്കുവാൻ ആകും. ശുക്രൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടി ഉച്ചനായി സഞ്ചരിക്കുന്നതാണ്. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്.
വിദ്യ, പഠനം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, വികാര വിചാരങ്ങൾ, ആശയവിനിമയം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ 5-ാം ഭാവം കൊണ്ട് തന്നെയാണ്. ശുക്രൻ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയെ നൽകും. 5-ാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവയെ എല്ലാം നൽകും. 5-ാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം, സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത്. പൂർവ്വപുണ്യം ഈ സമയത്ത് അധികരിച്ചു നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവൃത്തികളിലും ഇവർക്ക് ഉണ്ടാകും. ഈ കൂറുകാർക്ക് ശനി പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന 4-ാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതായത് കണ്ടകശനി. അത് കുടുംബത്തിലും മാതാവിനും ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. എന്നാൽ 7-ാം ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴം സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിദോഷങ്ങൾ ഇവരെ കാര്യമായി അലട്ടില്ല. കൂടാതെ ഈ മാസം, അതായത് മാർച്ച് മാസം 29-ാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇവർ കഴിഞ്ഞ 2.5 വർഷമായി അനുഭവിച്ചു പോന്ന കണ്ടകശനി ദുരിതങ്ങൾ എല്ലാം അകലുന്നു. തുടർന്ന് ശനി ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശനി ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുവാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ, രാശ്യാധിപനായ ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ശനിയും മാസത്തിൻ്റെ ആദ്യ പകുതി അനിഷ്ടനായി സഞ്ചരിക്കുന്നു. എന്നാൽ അതേസമയം വ്യാഴം, ശുക്രൻ എന്നിവർ ഇവർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു. മാസത്തിൻ്റെ മറുപകുതിയോടുകൂടി കണ്ടകശനി ദുരിതങ്ങൾ എല്ലാം നീങ്ങി ശനി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതിനാൽ വൃശ്ചികക്കൂറുകാർക്ക് മീനമാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാം. വിശേഷിച്ചും ആദ്യ പകുതി കുറച്ച് പ്രയാസങ്ങളും മാനസിക ശാരീരിക വൈഷമ്യങ്ങളും അനുഭവിക്കാനുള്ള സാഹചര്യം ഉടലെടുക്കാം. എന്നാൽ 2-ാം പകുതി ഇവർക്ക് ഏറെ ഗുണാധിക്യമുള്ള ഒരു മാസമാകുകയും ചെയ്യുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.